ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം എന്ന സബ്ജക്റ്റില് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. 2024, 2023. അടുത്തായി നമ്മൾ നോക്കുന്നത് 2022 ജൂലൈയിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ആദ്യമേ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുൻപത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചതുമാണ്. ദ നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്. ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ഇവ തമ്മിലുള്ള ബന്ധത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ലിസ്റ്റ് ഔട്ട് ദി എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് ദി എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്. ദ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫഷൻസി. ലാംഗ്വേജ് പ്രൊഫഷൻസി എൻഹാൻസ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ നോക്കുക, ഈ ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. 2022 സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് വരാത്തതുമാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മോഡൽസ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ. അത് 2023-ലും 2024-ലും വ്യത്യസ്തമായി കൊണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തുകൊണ്ട് പഠിക്കുക. ദെൻ ഡിസ്ക്രൈബ് ദി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. ഇതും മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പിയാഷേസ് വ്യൂ ഓൺ ലാംഗ്വേജ് ലേണിംഗ്. നിങ്ങൾക്കറിയാം, ലാംഗ്വേജ് ലേണിംഗിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് തിയറി ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അതിലൊന്ന് ചോംസ്കീസ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. ദെൻ രണ്ടാമത്തെ വൈഗോട്സ്കീസ് കൾച്ചറൽ ടൂൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പിയാഷേസ് വ്യൂസിലുള്ള തിയറി. നാലാമത്തത് സ്കിന്നേഴ്സ് ഇമിറ്റേഷൻ തിയറി, സ്കിന്നേഴ്സിന്റെ ഇമിറ്റേഷൻ തിയറി. ദെൻ നെക്സ്റ്റ്, അത് കൂടാതെ തന്നെ ഷൂമാൻസ് അക്കൾച്ചറൽ തിയറി എന്ന് പറയുന്നത്. ഷൂമാൻസ് അക്കൾച്ചറൽ തിയറി. ഇത്തരം തിയറികൾ നിങ്ങൾ മിനിമം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ചോംസ്കിയുടെ പറഞ്ഞു, വൈഗോട്സ്കിയുടേത് പറഞ്ഞു, പിയാഷേയുടേത് പറഞ്ഞു, സ്കിന്നറുടേത് പറഞ്ഞു, അതുകൂടാതെ തന്നെ ഷൂമാൻസിൻ്റെതും പറഞ്ഞു. ഇത്തരം തിയറികൾ പരമാവധി നിങ്ങൾ എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. പിയാഷേസ് വ്യൂസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ്, ദെൻ ഡിസ്ക്രൈബ് ദി വൈഗോട്സ്കിസ് കൾച്ചറൽ ടൂൾസ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ദ നെക്സ്റ്റ്, ഡിസ്കസ് ദി ചലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം. ഇത് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചിട്ടുള്ളതാണ്. ചലഞ്ച്, പക്ഷേ അവിടുത്തെ എസ്സേയിൽ കുറെ ചോദ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ചോദിച്ചത്. ഇവിടെ അത് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദി ചലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം. ദെൻ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ ദി കണ്ടന്റ് ഏരിയ. ഇതും ആവർത്തിച്ച് ചോദിച്ചതാണ്, പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ഫസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഇതും തന്നെ ഡയറക്റ്റ് ചോദിച്ചാണ്, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ മോഡൽസ് ആണെങ്കിലും NCF ആണെങ്കിലും ചോദിച്ചതാണ്. അതേപോലെ തന്നെ പിയാഷി, വൈഗോട്സ്കി, ചോംസ്കി പോലുള്ളത് ചോദിച്ചാണ്. ചലഞ്ചസ് ചോദിച്ചു. അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ റീഡിങ്ങിനെ കുറിച്ച് ചോദിച്ചു. ദെൻ എക്സ്പ്ലെയിൻ ദ ഷോർട്ട് ആൻസർ ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലൂറൽ ലിംഗ്വലിസം ആണ് ഇവിടെ എടുത്ത് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലൂറൽ ലിംഗ്വലിസം. മൾട്ടി ലിംഗ്വലിസം പറഞ്ഞു, പിന്നെ ബൈലിംഗ്വലിസം പറഞ്ഞു. അതുകൂടാതെ തന്നെ പ്ലൂറൽ ലിംഗ്വലിസം എടുത്ത് പഠിക്കേണ്ടതായിട്ട് എടുത്തു പറയുന്നു. ദ നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചതാണ്, മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്തതാണ്, എങ്കിലും നിങ്ങൾക്ക് പഠിച്ചതുമാണ്, വന്നതുമാണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ കാൽപ് സ്കിൽസ് ആൻഡ് ബിഗ്സ് സ്കിൽസ് എന്ന് പറയുന്നത്. എന്താ ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് BICSനെ എന്താണ് പറയുന്നത്? ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാണ്. എന്നാൽ കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നുള്ളതാണ് ഏതിനെ പറയുന്നത്? കാൽപ്പിനെ പറയുന്നത്. കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷൻസി സ്കിൽ എന്നുള്ളതാണ് ഏതിനെ? കാൽപ്പിനെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എലാബറേഷനും തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിലും ചോദിക്കാം, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടി ഷോർട്ട് ആൻസറിലും ചോദിക്കാം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ഇന്റഗ്രേഷൻ, ദെൻ എക്സ്പ്ലെയിൻ ദ സ്കിന്നേഴ്സ് ഇമിറ്റേഷൻ തിയറി, ദെൻ എക്സ്പ്ലെയിൻ ദ ബൈലിംഗ്വലിസം. അപ്പോൾ ഇതൊക്കെ എടുത്ത് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഷോർട്ട് ആൻസറിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ആഡ് ഓൺ ചെയ്തുകൊണ്ട് 2024-ലെയും 2023-ലെയും ക്വസ്റ്റ്യൻ പേപ്പറിലെ നോക്കി കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ 2022-ൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഒന്ന്, ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽപ്പ് എന്താണെന്നും വിക്സ് എന്താണെന്നുള്ളതുമാണ്. കാൽപ്പിനെ കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നാണ് പറയുന്നത്.
ബിക്സിനെ എന്താണ് പറയുന്നത്? ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതുമാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതുമാണ് ബിക്സിനെ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ എല്ലാവരും ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മിനിമം ഒരു 20-25 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തി പഠിക്കുക. ആ ആൻസർ മാത്രം നിങ്ങൾ ഷുവർ ആയിട്ടും 8 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാവുന്നതുമാണ്. എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് 5 എണ്ണം എഴുതണം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് 3 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.